പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ തീരുമായി സ്തുതിക്കുന്നു. JCNDST അഥവാ യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ വീണ്ടും ഒരു പ്രാവശ്യവും കൂടെ നിത്യജീവ മൊഴികൾ എന്ന വിശുദ്ധ വചന പരമ്പരയിൽ ഇടയമന കടന്നു വരുവാനുള്ളതായ ഭാഗ്യം സ്വർഗത്തിലെ ദൈവം ദാനമായി നൽകിയത് ഓർത്തോ ദൈവത്തെ തീയതിയുമായി സ്തുതിക്കുന്നു. കഴിഞ്ഞ 7 എപ്പിസോഡുകളിലായി യേശുക്രിസ്തു തന്നെ പിതാവ് എന്ന വിഷയം സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നുവല്ലോ. വീണ്ടും അതിൻ്റെ 8ാമത്തെ ഭാഗം സംസാരിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ഈ വിഷയഭാഗം ശ്രദ്ധിക്കുവാനായിട്ട് കർത്താവിൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ വരവ് നമ്മുടെ ഏറ്റവും അടുത്തിരിക്കുന്നു. ഇനി അധികം കാലങ്ങൾ നമുക്ക് അവശേഷിക്കുന്നില്ല എന്ന് ലോക സംഭവങ്ങൾ നമ്മെ ഓരോ ദിവസവും വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് അവൻ വരുമ്പോൾ അവനോടുകൂടെ ചേരുവാൻ കഴിയുന്ന നിലയിൽ നമ്മുടെ ആത്മീയ ജീവിതം കെട്ടുപണി ചെയ്യുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വൻ പരാജയമെന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് നാം സ്വയം പരിശോധന ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥകൾക്ക് ഒത്തവണ്ണമാണോ നാം ജീവിക്കുന്നത് എന്ന് പരിശോധിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തമായി നിലനിൽക്കുവാൻ ആവശ്യപ്പെടുകയാണ്. അവനോട് ചേരുവാൻ കഴിയാത്ത അവസ്ഥയിലാണ് നമ്മുടെ ജീവിതമെങ്കിൽ വേഗത്തിൽ നാം തിരുത്തപ്പെടേണ്ടത് ആവശ്യമാണ്. കാരണം സത്യദൈവത്തെ അറിയേണ്ടും പോലെ അറിയാതെ മാനുഷികമാകുന്ന ഉപദേശങ്ങളോ മാനുഷികമാകുന്ന കൽപ്പനകളോ പ്രമാണിച്ച് അല്ലെങ്കിൽ വ്യാജ ഉപദേശങ്ങൾ സ്വീകരിച്ച് സത്യമായതിനെ ഉപയോഗപ്പെടുത്താതെ സത്യമായതിനെ നിരസിച്ചു കളഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അത് വൻ പരാജയങ്ങൾക്കിടയാക്കും എന്നുള്ളത് മാത്രമല്ല, നിത്യമായ ശിക്ഷാവിധിയിൽ അകപ്പെടുവാനിടയായിത്തീരുമെന്ന് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സത്യദൈവത്തെ അറിയേണ്ട പോലെ അറിയുകയും സ്തോത്രം വ്യാജ ഉപദേശങ്ങൾക്കെതിരായി ശക്തമായി നിലകൊള്ളുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ലോകവ്യാപകമായി അനേകം വ്യാജന്മാരെ ശത്രുവാകുന്ന പിശാച് ലോകത്തിലേക്ക് അയച്ചിട്ടുണ്ട്. അവർ എതിർ ക്രിസ്തുവിൻ്റെ ഡ്യൂപ്പുകളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആരെയും വശീകരിക്കുവാൻ കഴിയുന്ന നിലയിൽ പ്രവർത്തിച്ചുകൊണ്ട് സ്തോത്രം യഥാർത്ഥ ആത്മീയ ജീവിതത്തിനെതിരായി ലോകവ്യാപകമായി സഞ്ചരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് എതിർ ക്രിസ്തുവിൻ്റെ പ്രവർത്തനം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. എന്നാൽ സത്യദൈവം ആരാണെന്നും അവൻ്റെ ഉപദേശങ്ങൾ എന്തെന്നും വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് സത്യത്തിന് വേണ്ടി നിലനിൽക്കുവാൻ കഴിയുന്നു എങ്കിൽ നിത്യരാജ്യത്തിൽ ചെന്നുചേരാം.
ഇല്ല എങ്കിൽ നിത്യ ശിക്ഷാവിധിയിൽ അകപ്പെടും, തർക്കമില്ല. യേശുക്രിസ്തു തന്നെ പിതാവ് എന്ന വിഷയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടെ നമുക്ക് ഇന്ന് ചിന്തിക്കാം എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് വളരെ പ്രാർത്ഥനയോട് ദൈവവചനം ചിന്തിക്കാം. കേൾക്കപ്പെടുന്ന വചനം യഥാർത്ഥമായി സത്യമാണോ എന്ന് തിരുവചനത്തിലൂടെ ശോധന ചെയ്തുകൊണ്ട് ശ്രോതാക്കളായിരിക്കുന്ന ദൈവമക്കൾ പഠിക്കണം എന്ന് ഞാൻ കർത്താവിന്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 36 മുതൽ 39 വരെയുള്ളതായ വേദഭാഗങ്ങൾ പ്രാരംഭമായി വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഞാൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞതുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നു എന്ന് പിതാവ് വിശദീകരിച്ച് ലോകത്തിൽ അയച്ചവനോട് നിങ്ങൾ പറയുന്നുവോ? ഇവിടെ ചോദിക്കുന്ന ചോദ്യം, കർത്താവ് ദൈവപുത്രനാണെന്ന് താൻ പറഞ്ഞതുകൊണ്ട് സർവശക്തനായ ദൈവം ശുദ്ധീകരിച്ച് ലോകത്തിലേക്ക് അയച്ചവൻ ദൈവദൂഷണം പറയുകയാണ് എന്ന് നിങ്ങൾ പറയുന്നത് എന്താണ് എന്നുള്ള ചോദ്യമാണ് കർത്താവ് അവിടെ ചോദിച്ചത്. പിന്നീട് അവിടെ പറയുന്നത്, ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തി ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ വിശ്വസിക്കേണ്ട എന്ന് പറഞ്ഞാൽ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി പിതാവിൻ്റെ പ്രവൃത്തികളാണ് ചെയ്യുന്നത് എന്ന് താൻ അവിടെ വ്യക്തമാക്കുകയാണ്. പിതാവിൻ്റെ പ്രവൃത്തി ചെയ്യുന്നു എങ്കിലോ എന്നെ വിശ്വസിക്കാതിരുന്നാലും പിതാവ് എന്നിലും ഞാൻ പിതാവിലും എന്ന് നിങ്ങൾ ഗ്രഹിച്ചറിയേണ്ടതിന് പ്രവൃത്തിയെ വിശ്വസിപ്പീൻ എന്ന് കർത്താവ് പറയുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. കർത്താവിൻ്റെ പ്രവൃത്തി മനസ്സിലാക്കിയാൽ യഥാർത്ഥമായി താൻ സ്വയമായി ചെയ്യുന്ന പ്രവൃത്തിയല്ല, പിതാവിൻ്റെ പ്രവൃത്തിയാണ് താൻ ചെയ്യുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന നിലയിലാണ് കർത്താവ് ലോകത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് കർത്താവ് വെളിപ്പെടുത്തുവാനിടയായി തീർന്നു. ഉടനെ അവർ അവനെ പിന്നെയും പിടിപ്പാൻ നോക്കി എന്നാണ് അവിടെ കാണുന്നത്. അവനോ അവരുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞുപോയി. അവർ അവനെ പിടിപ്പാൻ ശ്രമിച്ചു എങ്കിലും കർത്താവ് അവരുടെ കയ്യിൽ നിന്നും ഒഴിഞ്ഞു പോകുവാൻ ഇടയായി തീർന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ കർത്താവ് വ്യക്തമാക്കിയത്, ഞാൻ തന്നെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവൃത്തിയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് വളരെ വ്യക്തമായിട്ടും കർത്താവിടെ ഓർമ്മപ്പെടുത്തുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. യോഹന്നാന്റെ സുവിശേഷം തന്നെ 11-ാം അധ്യായത്തിന്റെ 34-35 വാക്യഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അവനെ വെച്ചത് എവിടെ എന്ന് ചോദിച്ചു. കർത്താവെ, വന്ന് കാണുക എന്ന് അവർ അവനോട് പറഞ്ഞു. യേശു കണ്ണുനീർ വാർത്തു. ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളൊക്കെ നമുക്കറിയാം. ബഥാന്യയിലെ ലാസർ എന്ന വ്യക്തി മരിക്കുവാനിടയായി തീർന്നു. ദിനമായി കിടന്നപ്പോൾ തന്നെ കർത്താവായിരുന്ന സ്ഥാനത്ത് കർത്താവിനെ വിവരം അറിയിക്കുവാനിടയായി തീർന്നുവെങ്കിലും കർത്താവ് ചില ദിവസങ്ങൾ കൂടെ താനായിരുന്ന സ്ഥാനത്ത് പാർത്തു എന്നാണ് പഠിക്കുവാൻ കഴിയുന്നത്. എന്നാൽ പിന്നീട് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നമ്മുടെ സഹോദരനായ ലാസർ വിശ്രമിക്കുകയാണ്, അഥവാ നിദ്ര കൊള്ളുകയാണ്, നമുക്ക് അവൻ്റെ അടുക്കലേക്ക് കടന്നു പോകാമെന്ന് പറഞ്ഞു.
അപ്പോൾ അവൻ ഉറങ്ങുകയായിരിക്കും, അവന് സൗഖ്യമുണ്ട് എന്നാണ് ശിഷ്യന്മാർ ധരിച്ചിരുന്നത്. എങ്കിലും കർത്താവ് അവൻ്റെ മരണത്തെ സംബന്ധിച്ചാണ് സംസാരിച്ചത് എന്ന് പിന്നീടാണ് അവർക്ക് ബോധ്യമാകുന്നത്. അങ്ങനെ കർത്താവ് ബഥാനിയിൽ ചെന്നു. അവൻ്റെ സഹോദരിമാരുമായിട്ട് സംഭാഷിച്ച ശേഷം അവനെ വച്ചതായ കല്ലറയുടെ അടുക്കലേക്ക് കടന്നു പോകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് തൻ്റെ സഹോദരിമാരോട് ചോദിച്ചത്, അവനെ വെച്ചത് എവിടെയാണ്? ഉടനെ അവരുടെ മറുപടി, കർത്താവേ, നീ വന്ന് കാണുക എന്നവർ അവനോട് പറഞ്ഞു. യേശു അവരുടെ അവസ്ഥ മനസ്സിലാക്കി കണ്ണുനീർ വാർത്തു എന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അതേ അധ്യായം തന്നെ 11-ാം അധ്യായത്തിൻ്റെ 39-40 വാക്യഭാഗങ്ങൾ വായിക്കുമ്പോൾ, കല്ലു നീക്കുവിൻ എന്ന് യേശു പറഞ്ഞു. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത, കർത്താവെ, നാറ്റം വെച്ചു തുടങ്ങി, 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. ഇവിടെ അവന്റെ കല്ലറയുടെ അടുക്കൽ കർത്താവ് കടന്നു ചെന്നിട്ട് കല്ലറയ്ക്ക് മുകളിൽ വെച്ചിരുന്ന കല്ല് നീക്കി മാറ്റുവാൻ അവരോട് ആവശ്യപ്പെട്ടപ്പോൾ, മരിച്ച ലാസറിന്റെ സഹോദരിയായ മാർത്ത കർത്താവിനോട് പറഞ്ഞത്, കർത്താവെ, നാറ്റം വെച്ചു തുടങ്ങി, 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. അപ്പോ ലാസർ മരിച്ചതിന് ശേഷം 4 ദിവസം കഴിഞ്ഞാണ് യേശു അവിടെ കടന്നു ചെല്ലുന്നത്. കല്ലറയുടെ അടുക്കൽ കടന്നു ചെന്നപ്പോൾ ഈ ശവശരീരം നാറ്റം വെച്ചു തുടങ്ങിയതായി ഓർമ്മപ്പെടുത്തുവാനിടയായിത്തീർന്നു. യേശു അവളോട് പറഞ്ഞ ഒരു മറുപടിയുണ്ട്, അതാണ് ഇവിടുത്തെ പ്രസക്ത ഭാഗം. യേശു അവളോട് പറഞ്ഞത്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. അതിനുശേഷം അതിൻ്റെ 43-44 വാക്യഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. അവൻ്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയും ഇരുന്നു. അവൻ്റെ കെട്ടഴിപ്പിൻ, അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു. അപ്പോ ഇവിടെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വിഷയം, ലാസറിന്റെ സഹോദരി മാർത്തയോടും മറിയയോടും യേശു പറഞ്ഞത്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. കാരണം ലാസർ മരിച്ച് 4 ദിവസമായി. അവൻ്റെ ശവശരീരം അഴുകി തുടങ്ങി, നാറ്റം വച്ചു തുടങ്ങി. അത് ഇനി അതിനെ കാണുന്നതും മറ്റും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സഹോദരിമാർ ഇങ്ങനെ സംസാരിക്കുവാനിടയായിത്തീർന്നത്. എന്നാൽ കർത്താവ് അവളോട് പറഞ്ഞത്, നീ വിശ്വസിക്കുന്നു എങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് പറഞ്ഞതിന് ശേഷം അവൻ ലാസറെ പുറത്തു വരിക എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു.
ലാസറെ പുറത്തു വരിക എന്നവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ മരിച്ച് 4 ദിവസമായി നാറ്റം വെച്ച് തുടങ്ങിയ ആ ലാസർ പുറത്തു വന്നു. അവന്റെ കൈയും കാലും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയും ഇരുന്നു. അവന്റെ കെട്ടഴിപ്പീൻ എന്ന് അവരോട് കൽപ്പിച്ചു. അവൻ പോകട്ടെ എന്ന് പറയുവാനിടയായത്. അപ്പോൾ ഇവിടെ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് കർത്താവ് പറഞ്ഞിട്ട് ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. സാധാരണയായി ഒരു ദൈവഭക്തൻ അല്ലെങ്കിൽ ഒരു പുരോഹിതൻ, ഒരു ശുശ്രൂഷകൻ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ നീ എൻ്റെ പ്രാർത്ഥന കേട്ട് ഇന്ന വ്യക്തിക്ക് സൗഖ്യം കൊടുക്കണം, അല്ലെങ്കിൽ ഇന്ന വ്യക്തിക്ക് വിടുതൽ കൊടുക്കണം, കർത്താവേ അതിന് അവൻ യോഗ്യനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നാം ഓരോരുത്തരും പ്രാർത്ഥിക്കാറുള്ളത്. എന്നാൽ യേശു അങ്ങനെയല്ല ചെയ്തത്. യേശു പറഞ്ഞത് ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു പറയുവാനിടയായി തീർന്നു. സ്തോത്രം. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, മരിച്ചവർ മനുഷ്യപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്നതായ നാഴിക വരുന്നു എന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം. ഇവിടെ കർത്താവ് മാർത്തയോടും മറിയോടും പറഞ്ഞത്, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് പറഞ്ഞിട്ടാണ് ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞത്. അപ്പോൾ ഇതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, സ്തോത്രം, താൻ യഥാർത്ഥമായ ദൈവമായതുകൊണ്ട് മറ്റാരോടും താൻ പ്രാർത്ഥിക്കാതെ ആധികാരികമായിട്ട് മരിച്ചവനോട് സ്തോത്രം പുറത്തു വരുവാനായിട്ട് അവൻ ആജ്ഞാപിക്കുകയായിരുന്നു, കൽപ്പിക്കുകയായിരുന്നു എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. എന്ന് പറഞ്ഞാൽ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോല് കൈവശമുള്ളവന് മരിച്ച ലാസറിനെ ഉയർപ്പിക്കുവാനുള്ളതായ അധികാരമുണ്ട്. അവൻ സർവശക്തിയുള്ള ദൈവമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ തെളിയിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പിന്നീട് നമ്മൾ അതിൻ്റെ 45-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത്, മറിയയുടെ അടുക്കൽ വന്ന യഹൂദന്മാരിൽ പലരും അവൻ ചെയ്തത് കണ്ടിട്ട് അവനിൽ വിശ്വസിച്ചു. അവൻ ചെയ്തതാണ് അവർ കണ്ടത്, അല്ലാതെ മറ്റൊരാള് അവന് പകരമായിട്ട് എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിച്ചു എന്നല്ല. അവൻ ചെയ്തതായ അത്ഭുത പ്രവൃത്തികൾ കണ്ടിട്ട് മറിയയോടുകൂടെ വന്നതായ യഹൂദന്മാർ പലരും യേശുവിൽ വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ, ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥയനുസരിച്ച് ദൈവത്തെ മാത്രമല്ലാതെ മറ്റൊരുത്തനെ വിശ്വസിക്കുവാനായിട്ട് ദൈവവചനത്തിൽ വ്യവസ്ഥയില്ല. ന്യായപ്രമാണം അനുസരിച്ച് ജീവനുള്ള ദൈവം ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ എന്ന് ദൈവകൽപ്പന കൊടുത്തിട്ടുണ്ട്. ആ കൽപ്പനയിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നവരാണ് യഹൂദന്മാർ. യഹൂദന്മാരായ ആളുകൾ യേശുവിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ യേശു ദൈവമാണെന്ന് വളരെ വ്യക്തമായിട്ട് അവർക്ക് ബോധ്യമായത് കൊണ്ടാണ് അവർ യേശുവിൽ വിശ്വസിക്കുവാനിടയായി തീർന്നത് എന്ന് വളരെ വ്യക്തമായിട്ടും തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം തന്നെ 14-ാം അധ്യായത്തിന്റെ 6, 7 വാക്യഭാഗങ്ങൾ വായിക്കുമ്പോൾ യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരം അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ഇത് ഫിലിപ്പോസിനോട് കർത്താവ് പറഞ്ഞ ഒരു വാക്കാണ്. നീ എവിടെ പോകുന്നു, ആ വഴി ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ
യേശു പറഞ്ഞ വാക്കാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല എന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ടും അവരോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ മുഖാന്തരം മാത്രമേ പിതാവിൻ്റെ അടുക്കൽ ചെന്നു ചേരുവാൻ കഴിയുകയുള്ളൂ എന്ന് പറയുമ്പോൾ, സ്തോത്രം, ഞാൻ തന്നെയാണ് പിതാവ് എന്ന് വളരെ വ്യക്തമായി താൻ അവിടെ പ്രസ്താവിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പിന്നീട് അതിൻ്റെ 7-ാമത്തെ വാക്യഭാഗം, നിങ്ങൾ എന്നെ അറിഞ്ഞു എങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുപിടിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോ നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നു എങ്കിൽ, യേശുവിനെ അറിയേണ്ടും പോലെ അറിഞ്ഞിരുന്നു എങ്കിൽ, പിതാവ് ആരാണെന്ന് മറ്റൊരാളിനോട് ചോദിക്കേണ്ടതായിട്ട് വരികയില്ലായിരുന്നു. കാരണം താൻ പിതാവ് തന്നെയാണ് എന്ന് വളരെ വ്യക്തമായിട്ടും തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ എന്നെ അറിഞ്ഞു എങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. എന്നാൽ ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുപിടിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നു മുതൽ നിങ്ങൾ പിതാവിനെ അറിയുന്നു, അവനെ കണ്ടുപിടിക്കുന്നു എന്ന് യേശു അവരോട് സംസാരിച്ചപ്പോൾ ഫിലിപ്പോസ് അവനോട് പറഞ്ഞ ഒരു കാര്യം, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. അവരുടെ ഏക ആഗ്രഹം പിതാവിനെ ഒന്ന് കാണുക എന്നുള്ളതാണ്. പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആഗ്രഹം സഫലമായി അല്ലെങ്കിൽ പൂർണ്ണമായി എന്ന ആശയത്തിൽ ഫിലിപ്പോസ് കർത്താവിനോട് സംസാരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അതിന് യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്ര കാലം നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും നിങ്ങൾ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എങ്ങനെ? അപ്പോൾ പിതാവിനെ തങ്ങൾക്ക് കാണണം, അതാണ് തങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹം. ആ പിതാവിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണം എന്ന് കർത്താവിനോട് പറഞ്ഞപ്പോൾ കർത്താവ് അവന് കൊടുത്ത മറുപടി ഇതാണ്, ഞാൻ ഇത്രയും കാലം നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും നിങ്ങൾ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ആശയം? സ്തോത്രം, ഞാൻ ഇത്രയും കാലം നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും നിങ്ങൾ എന്നെ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിൻ്റെ ഉദ്ദേശം, ഞാൻ പിതാവാണ്, എന്നെ കണ്ടവൻ പിതാവിനെയാണ് കണ്ടിരിക്കുന്നത്, പിന്നെ മറ്റൊരു പിതാവിനെ കാണിച്ചു തരുവാൻ പറഞ്ഞാൽ എങ്ങനെയാണ് സാധിക്കുന്നത്? സ്തോത്രം, വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ, പിതാവായ ഏക ദൈവമാണ് നമുക്കുള്ളത്. ആ പിതാവായ ഏക ദൈവം തന്നെയാണ് അവരുടെ മുൻപാകെ നിൽക്കുന്നത് എന്ന് യഥാർത്ഥത്തിൽ അവരറിയാതെയാണ് കർത്താവിനോട് അവർ സംസാരിച്ചു കൊണ്ടിരുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. കർത്താവ് പറഞ്ഞു, ഇത്രയും കാലം ഞാൻ നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും നിങ്ങൾ എന്നെ അറിയാതെ പോയല്ലോ എന്ന് ഫിലിപ്പോസിനോട് ചോദിക്കുകയാണ്. എന്നെ കണ്ടവൻ യഥാർത്ഥമായി പിതാവിനെയാണ് കണ്ടിരിക്കുന്നത്, പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എങ്ങനെ? അതിൻ്റെ 10-ാമത്തെ വാക്യഭാഗം ഇങ്ങനെ നാം വായിക്കുന്നു, ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്.
ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവൻ യഥാർത്ഥ ദൈവവും ഒരു പൂർണ്ണ മനുഷ്യനുമാണ് എന്നുള്ളതായ ആ സത്യം നാം പഠിക്കേണ്ടത് ആവശ്യമാണ്. കാരണം കർത്താവ് മാനവകുലത്തെ രക്ഷിക്കേണ്ടതിന് വേണ്ടി ജഡം സ്വീകരിച്ച് മനുഷ്യത്വത്തിൽ അവൻ ലോകത്തിലേക്ക് വന്നു എങ്കിലും അവൻ സാക്ഷാൽ സർവശക്തിയുള്ള ദൈവമാണ്. സകലത്തെയും ഉളവാക്കിയ അഖിലാണ്ടത്തിൻ്റെ ഉടയവനായിരുന്ന സർവശക്തനായ ദൈവമാണ്. സ്തോത്രം. മനുഷ്യകുലത്തിൻ്റെ ആ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യരിൽ ഒരുവനെ പോലെ അവൻ ജഡം സ്വീകരിച്ച് ലോകത്തിലേക്ക് വന്നു എന്നുള്ളത് വസ്തുതയായ കാര്യമാണ്. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായി സംസാരിക്കുന്നതല്ല. നിങ്ങളോട് സംസാരിക്കുന്ന ഓരോ വാക്കുകളും എൻ്റെ സ്വന്തത്തിൽ നിന്നും അല്ലെങ്കിൽ തൻ്റെ മാനുഷികമാകുന്ന സ്വഭാവത്തിൽ നിന്നും സംസാരിക്കപ്പെടുന്നതല്ല. കർത്താവ് പറയും, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. പിതാവായ ദൈവം തന്നിൽ വസിച്ചുകൊണ്ട് പിതാവിൻ്റെ പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്ന് വളരെ വ്യക്തമായിട്ടും കർത്താവ് അവിടെ രേഖപ്പെടുത്തി കാണുകയാണ്. സ്തോത്രം. പ്രിയമുള്ള ശ്രോതാക്കളെ, ദൈവമക്കളെ, നമ്മുടെ അരുമ മണവാളനായിരിക്കുന്ന കർത്താവ് വാസ്തവത്തിൽ അവൻ ജഡത്തിൽ വെളിപ്പെട്ടു വന്ന ദൈവമാണ്. അഥവാ ദൈവം ശരീരത്തിൽ വെളിപ്പെട്ടു വന്നവനാണ്. അവനല്ലാതെ വേറൊരു ദൈവമില്ല. സകലത്തെയും ഉളവാക്കിയ സൃഷ്ടാവായ ദൈവമാണവൻ. സകല സൃഷ്ടിയുടെയും പിതാവാണവൻ. സ്തോത്രം. അവനല്ലാതെ വേറൊരു പിതാവില്ല. സ്തോത്രം. അത് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും പാപത്തിൽ മരിക്കുവാനേ ഏതൊരു വ്യക്തിക്കും കഴിയൂ എന്നാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. യേശു ജഡത്തിൽ വെളിപ്പെട്ടു വന്ന ദൈവമാണെന്ന് വിശ്വസിക്കുവാൻ കഴിയാത്തവൻ പാപത്തിൽ മരിക്കേണ്ടതായിട്ട് വരും. പാപത്തിൽ മരിക്കുന്നതായ വ്യക്തിജീവിതങ്ങൾ ഒരിക്കലും ദൈവരാജ്യത്തിൽ എത്തിച്ചേരുകയില്ല. ദൈവരാജ്യത്തിൽ എത്തിച്ചേരുവാനും നിത്യത അനുഭവിക്കുവാനും കഴിയണമെങ്കിൽ ജീവനുള്ള ദൈവത്തെ അറിയേണ്ട പോലെ അറിയേണ്ടത് ആവശ്യമാണ് എന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. നമ്മൾ ഈ വായിച്ച് കേൾക്കുന്നതായ വചനഭാഗങ്ങൾ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നു എങ്കിലും സ്തോത്രം, തീർച്ചയായിട്ടും നിങ്ങൾ തിരുവചനത്തിലൂടെ വചനം പരിശോധിക്കുകയും വാസ്തവമാണോ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വിശ്വസിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷാവിധിക്ക് യോഗ്യരായി തീരുവാനിടയാകും എന്ന് വ്യക്തമായിട്ട് നാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. യോഹന്നാന്റെ സുവിശേഷം തന്നെ സ്തോത്രം 14:24 മുതൽ 26 വരെയുള്ളതായ ഭാഗങ്ങൾ വായിക്കുമ്പോൾ, എന്നെ സ്നേഹിക്കാത്തവൻ എൻ്റെ വചനം പ്രമാണിക്കുന്നില്ല. നിങ്ങൾ കേൾക്കുന്ന വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റെതത്രേ എന്നുത്തരം പറഞ്ഞു. അപ്പോ എന്നെ സ്നേഹിക്കാത്തവൻ എൻ്റെ വചനം പ്രമാണിക്കുന്നില്ല. എൻ്റെ വചനം നിങ്ങൾ പ്രമാണിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ കേൾക്കുന്ന വചനം എൻ്റെ സ്വന്തമല്ല, എന്നെ അയച്ച പിതാവിൻ്റെതത്രേ എന്നവരോട് പറഞ്ഞു. അപ്പം നിങ്ങൾ കേൾക്കുന്നതായ വചനം എൻ്റെ പിതാവിൻ്റെ വചനമാണ്. അത് നിങ്ങൾക്ക് പ്രമാണിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ എന്നെ സ്നേഹിക്കുവാനോ സ്തോത്രം ദൈവത്തെ അറിയുവാനോ നിങ്ങൾക്ക് കഴിയുന്നതല്ല എന്ന് കർത്താവ് പറയുകയാണ്. ഞാൻ നിങ്ങളോട് കൂടെ വസിക്കുമ്പോൾ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളോടുകൂടെ പാർക്കുന്നതായ സമയങ്ങളിൽ ഞാനിത് ഈ സത്യം നിങ്ങളോട് സംസാരിച്ചിരിക്കുകയാണ്. സ്തോത്രം.
പിന്നീട് അവിടെ പറയുന്നത്, എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ച് തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുമെന്ന് അതിൻ്റെ 26-ാമത്തെ വാക്യഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നു. എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ, കർത്താവ് പറഞ്ഞ ഈ വാക്കിനെയൊക്കെ ചില പണ്ഡിതന്മാരൊക്കെ സ്തോത്രം ദുർവ്യാഖ്യാനം ചെയ്യുന്നത് കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് കർത്താവിൻ്റെ വചനത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഏതൊരു വ്യക്തിയായിരുന്നാലും കർത്താവുമായിട്ട് കണക്ക് തീർക്കേണ്ടതായിട്ട് വരും. സ്തോത്രം. ഒരുപക്ഷെ ഏത് മഹാപണ്ഡിതനായിരുന്നാലും, എത്ര ലോകപരിചയമുള്ളവനായിരുന്നാലും, വിദ്യാഭ്യാസമുള്ളവനോ അറിവുള്ളവനോ ആയിരുന്നാലും ശരി തന്നെ, കർത്താവിൻ്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നതാണ്. സ്തോത്രം. അതിൻ്റെ ആഴവും നീളവും വീതിയും ഉയരവും ഒന്നും ഗ്രഹിക്കുവാൻ ഈ ലോകത്തിലെ ഒരു പണ്ഡിതനും കഴിയുകയില്ല. എന്നാൽ സ്തോത്രം, ഈ വാക്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം, എങ്കിലും എൻ്റെ പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അപ്പോ പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വരുന്നില്ല എങ്കിൽ കർത്താവ് പറഞ്ഞത് എന്താണെന്നും കർത്താവ് വെളിപ്പെടുത്തിയത് എന്താണെന്നും ആർക്കും ഗ്രഹിക്കുവാൻ കഴിയുന്നതല്ല. പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ ഒരുവന്റെ മേൽ വരുമ്പോൾ അവൻ സകലതും ഉപദേശിച്ചു തരികയും കർത്താവ് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും എന്നാണ് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ തിരുവചനത്തിൻ്റെ ഉള്ളടക്കങ്ങൾ ഗ്രഹിക്കുവാൻ കഴിയണമെങ്കിൽ, അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ കഴിയണമെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരുവന് ഈ സത്യം വെളിപ്പെടുത്തി കൊടുക്കുന്നില്ല എങ്കിൽ ഒരിക്കലും അവനത് അതിൻ്റെ പൊരുൾ ഗ്രഹിക്കുവാൻ കഴിയുന്നതല്ല, സത്യം മനസ്സിലാക്കുവാൻ കഴിയുന്നതല്ല. സ്തോത്രം. അവൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ശ്രേഷ്ഠത കൊണ്ടോ അല്ലെങ്കിൽ ലോകപരിചയം കൊണ്ടോ വായിച്ച് മനസ്സിലാക്കുന്നത് കൊണ്ടോ ചില കാര്യങ്ങളൊക്കെ ഊഹിക്കുവാനും ശ്രദ്ധിക്കുവാനും കഴിയുന്നു എങ്കിലും തിരുവചനത്തിൻ്റെ ഉള്ളടക്കം ഗ്രഹിക്കുവാൻ കഴിയണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തി കൊടുത്താൽ മാത്രമേ ഒരുവന് ഗ്രഹിക്കുവാൻ കഴിയൂ എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 1-2 വാക്യഭാഗങ്ങൾ വായിക്കുമ്പോൾ, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും നിങ്ങൾ സ്തോത്രം സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു എന്ന് ആ വചനഭാഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. സാക്ഷാൽ മുന്തിരിവള്ളി കർത്താവാണ്. സകലത്തിൻ്റെയും ആ തോട്ടത്തിൻ്റെ സകല അധികാരവും പിതാവിനാണ്. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. അപ്പോ ചെത്തി വെടിപ്പാക്കുമ്പോൾ ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാകുവാൻ ഇടയാകും. എന്നാൽ അത് അധികം ഫലം കായ്ക്കേണ്ടതിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഒരുക്കുന്ന ഒരു പ്രവർത്തനമാണ്. അവിടെ
അതിൻ്റെ 8-9 വാക്യഭാഗങ്ങൾ വായിക്കുന്നത്, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. എൻ്റെ സ്നേഹത്തിൽ നിങ്ങൾ വസിപ്പീൻ എന്ന് കർത്താവ് പറയുകയാണ്. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ, ശിഷ്യന്മാരോട് പറഞ്ഞതാണ്, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. പിതാവ് മഹത്വപ്പെടുന്നതിനാൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ വസിപ്പീൻ എന്ന് കർത്താവ് പറയുകയാണ്. പ്രിയമുള്ള ശ്രോതാക്കളെ, ദൈവമക്കളെ, തിരുവചനത്തിൻ്റെ വസ്തുതകളെ നാം തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തി കൊടുക്കാതെ ഒരുവനും ഗ്രഹിക്കുവാൻ കഴിയുന്നതല്ല എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. തിരുവചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം ദൈവം തൻ്റെ സഭയ്ക്ക് കൊടുത്ത അടിസ്ഥാന ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിൽ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അടിസ്ഥാന ഉപദേശം അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യഭാഗമാണ്. അത് നമുക്ക് അറിയാവുന്ന വാക്യഭാഗമാണ്. അത് ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം ഏൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. സ്തോത്രം. ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവ് തന്നെ ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾ ഒന്നാമതായി മാനസാന്തരപ്പെടുക. പത്രോസ് അല്ല ഇവിടെ സംസാരിക്കുന്നതെന്നും കൂടെ മനസ്സിലാക്കിക്കൊള്ളണം. പത്രോസിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ഒന്നാമതായി മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെട്ട വ്യക്തി പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കണം. എന്നാൽ മാത്രമേ പരിശുദ്ധാത്മാവിനെ ലഭിക്കുകയുള്ളൂ. അത് ദൈവം സൗജന്യമായി നൽകുന്നതാണ്, ദാനമായി നൽകുന്നതാണ്. സ്തോത്രം. അപ്പോൾ അത് ലഭിക്കണമെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസ സ്നാനം സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. ഇല്ലാത്ത ഒരു വ്യക്തിക്ക്, മാനസാന്തരം ഇല്ലാത്ത ഒരു വ്യക്തിക്ക്, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കാത്ത ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതായി വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. പിന്നെ അത്തരക്കാരുടെ ഉള്ളിൽ കടന്നു വരുന്ന ഒരു ആത്മാവുണ്ട്. അത് വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൽ വളരെ വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവാണെന്നാണ്. ആദിമ നൂറ്റാണ്ടിൽ തന്നെ അത് ലോകത്തിൽ വ്യാപരിച്ചു തുടങ്ങി എന്നാണ് വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിലൂടെ വെളിപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യഭാഗം വിശ്വാസത്താൽ സ്വീകരിക്കുവാൻ കഴിയാത്ത ഒരു വ്യക്തിക്കും പരിശുദ്ധാത്മാവിനെ ലഭിക്കുകയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവ് ലഭിക്കാത്ത ഒരു വ്യക്തിക്കും കർത്താവായ യേശുക്രിസ്തു യഥാർത്ഥത്തിൽ ആരാണെന്നുള്ളതിനെ കുറിച്ചും, പിതാവ് ആരാണെന്നുള്ളതിനെ കുറിച്ചും, പുത്രൻ ആരാണെന്നും പരിശുദ്ധാത്മാവ് ആരാണെന്നും തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. സ്തോത്രം. അതൊക്കെ ഒന്നിലധികം ആളത്വമുള്ളതാണ്, ഒന്നിലധികം ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിലരൊക്കെ വാദിക്കുകയാണ്. ഏത് വാദഗതി ഉന്നയിച്ചാലും ദൈവം ഏകനാണ് എന്ന് വളരെ വ്യക്തമായിട്ട് വേദപുസ്തകം പഠിപ്പിക്കുന്നു. അവൻ, സ്തോത്രം, ആദ്യനും അന്ത്യനും, ഒന്നാമത്തവനും ഒടുക്കത്തവനും, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവാണ്. ആ ഏക കർത്താവ് മാത്രമല്ലാതെ ഒന്നിലധികം ദൈവങ്ങളില്ല. സ്തോത്രം. മറ്റൊരുത്തനിലും രക്ഷയില്ല.
നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു നാമം അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ വിട്ട് ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും നിത്യത അവകാശമാക്കുവാൻ കഴിയും എന്ന് വ്യാമോഹിക്കുന്നു എങ്കിൽ അത് വെറും വ്യാമോഹം മാത്രമായിരിക്കും. യാതൊരു കാരണവശാലും അത് സംഭവിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടുക, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റ് പാപങ്ങളെ കഴുകിക്കളയുക, പരിശുദ്ധാത്മ നിറവോടും നിയോഗത്തോടും കർത്താവിൻ്റെ വചനം ശ്രദ്ധിക്കുക, അനുസരിക്കുക, കർത്താവിൻ്റെ വരവോളം വിശ്വസ്തമായി നിലനിൽക്കുക. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നീ വൈകിയ സമയത്ത് അല്പസമയം കർത്താവിൻ്റെ വചനവുമായിട്ട് തിരുസന്നിധിയിൽ നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം എളിയവന് സഹായം നൽകിയതുകൊണ്ട് ദൈവത്തെ അത്യധികമായി സ്തുതിക്കുന്നു. കേൾവിക്കാരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. എനിക്ക് വേണ്ടി സമയം അനുവദിച്ചെന്ന JCNDSTയുടെ അഡ്മിന്മാരായിരിക്കുന്ന ബഹുമാന്യ കർത്താവിൻ്റെ ദാസന്മാർക്ക് കർത്താവിൻ്റെ നാമത്തിൽ നന്ദി അറിയിച്ചുകൊണ്ടും എന്നെ ഇത്രത്തോളം ബലപ്പെടുത്തിയ സർവ്വലഭനായിരിക്കുന്ന കർത്താവിന് സകലവിധമാകുന്ന മാനവും മഹത്വവും കരയേറ്റിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല സമയത്തിനായിട്ട് നിന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. അല്പസമയം തിരുവചനവുമായിട്ട് തിരുമുമ്പിൽ നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചത് കൊണ്ട് സ്തോത്രം. കർത്താവെ, സംസാരിക്കപ്പെട്ട വചനം അനേക പ്രിയപ്പെട്ടവർക്ക് നിത്യജീവന് പ്രയോജനപ്രദമായി തിരുവനന്തപുരം സ്വർഗത്തിലെ ദൈവം ഓരോ ഹൃദയങ്ങളോട് ഇടപെടുമാറാകണം. നീളവനെ ബലപ്പെടുത്തിക്കൊണ്ട് സ്തോത്രം. സകലാത്മീയ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണം, മഹത്വോപനിരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.